കേരളത്തിലേത് നാണംകെട്ട പോലീസ് സേനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരു ക്രിമിനലിനോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ള ക്രൂരമർദ്ദനമാണ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനേറ്റതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മർദ്ദിച്ചിട്ടും മതിവരാതെയായിരുന്നു പോലീസിന്റെ പെരുമാറ്റം. കള്ളക്കേസിലാണ് സുജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. ഇതിലുൾപ്പെട്ട പോലീസുകാരെ പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നും സതീശൻ പറഞ്ഞു. തൃശൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതികൾക്ക് കവചമൊരുക്കി പോലീസ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേക്കിരയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത്. ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും 1 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. തൃശൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കസ്റ്റഡി മർദ്ദനം ഒതുക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തെന്ന് മർദ്ദനമേറ്റ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്ത് വെളിപ്പെടുത്തി. സുജിത്തിനോടും പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനോടും 20 ലക്ഷം വരെ പണം വാഗ്ദാനം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ. ഒപ്പം അന്ന് പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറും തന്നെ മർദ്ദിച്ചെന്നും ഇയാൾക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും സുജിത്ത് പറയുന്നു. തൃശൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് ഡി.സി.സിയിൽ വെച്ച് സുജിത്തിനെ കാണും. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് വ്യക്തമാക്കിയത്. കുന്നംകുളം സ്റ്റേഷനിലെ 3-ാം മുറയുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പോലീസുകാർക്ക് നിയമമനുശാസിക്കുന്ന ശിക്ഷ ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ബോച്ചറ വലിയകുളങ്ങരയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മരണം, 2 പേർക്ക് ഗുരുതര പരിക്ക്. തേവലക്കര പടിഞ്ഞാറ്റിൻകര പൈപ്പുമുക്ക് സ്വദേശി പ്രിൻസ് തോമസ് 44, മക്കളായ അൽക്ക 5, അതുൽ 14 എന്നിവരാണ് മരിച്ചത്. ഭാര്യ വിന്ധ്യ, മകൾ ഐശ്വര്യ എന്നിവർക്ക് പരിക്കേറ്റു. വിന്ധ്യയുടെ സഹോദരന്റെ മകനെ UK-യിലേക്ക് യാത്രയാക്കാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി തിരിച്ചുവരുമ്പോഴായിരുന്നു അപകടം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA രാഹുൽ മാങ്കോത്തത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് FIR കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. കേരളം സമഗ്രമായ നഗരനയം രൂപീകരിക്കുന്നതിലെ സുപ്രധാന ചുവടുവെപ്പായ കേരള അർബൻ കോൺക്ലേവ് സെപ്റ്റംബർ 12, 13 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. ആസ്പയറിംഗ് സിറ്റീസ്, ത്രൈവിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന ആശയത്തിലൂന്നി നടക്കുന്ന അന്താരാഷ്ട്ര കോൺക്ലേവ് കൊച്ചി ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ ബഹുമാന്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് കേരളത്തിന്റെ നഗരവൽക്കരണത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന വിപുലമായ പ്രദർശനം സെപ്റ്റംബർ 11 മുതൽ 15 വരെ മറൈൻ ഡ്രൈവിൽ നടക്കും എന്ന് മന്ത്രി M.B. രാജേഷ് അറിയിച്ചു. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാളെ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. കേരളത്തിലും വിദേശത്തുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓണത്തിരക്ക് പ്രമാണിച്ച് താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. ചുരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും വ്യൂ പോയിന്റിൽ കൂട്ടം കൂടി നിൽക്കരുതെന്നും പോലീസ് സന്ദർശകർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. തുടർന്ന് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നെല്ല് സംഭരണ പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി G.R. അനിൽ അറിയിച്ചു. ഓണം അവധിക്ക് ശേഷമുള്ള ബാങ്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കർഷകർക്ക് തുക ലഭ്യമാക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. NIRF റാങ്കിങ്ങിൽ സംസ്ഥാന സർവകലാശാലകളിൽ കേരള സർവകലാശാല 5-ാം സ്ഥാനത്ത്. ബംഗാളിലെ ജാവേദ്പൂർ സർവകലാശാലയാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ കുസാറ്റ് 6-ാം സ്ഥാനത്താണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് രാജ്യത്തെ ആകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1-ാം റാങ്ക് IIT മദ്രാസിനാണ്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് അഴിമതി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ സർക്കാർ നീക്കം. കേസ് അന്വേഷിക്കുന്ന SP SC ശശിധരനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിലനിർത്താമെന്ന് ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോവുകയാണ്. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് വീണ്ടും പരിഷ്കരണ നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. അടുത്ത അധ്യയന വർഷം ക്ലാസ്സിൽ ഹാജരെടുക്കുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ പേര് വിളിക്കണം. പുതിയ പരിഷ്കാരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഉത്രാട ദിനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ശിവൻകുട്ടിയും കുട്ടിയോളും എന്ന പരിപാടിയിലായിരുന്നു പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് മന്ത്രി വ്യക്തമാക്കിയത്. കണ്ണൂരിൽ CPM നേതൃത്വത്തിലുള്ള എടക്കാട് സിറ്റി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്ന മാസങ്ങളായിട്ടും തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകാനോ തൊഴിലാളികളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനോ നടപടിയില്ല.
സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും വ്യാജ വായ്പകളെടുത്തും സർക്കാർ ഫണ്ടിൽ തിരിമറി നടത്തിയും കോടികളുടെ തട്ടിപ്പാണ് എന്നാണ് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട്. GST ഇളവിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കണമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ. സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കണമെന്നും കമ്പനികൾ വില കൂട്ടരുതെന്നും സർക്കാർ നിരീക്ഷിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ലോട്ടറി നികുതി 40% തിരിച്ചടിയായെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനങ്ങളുടെ വിഷയത്തിൽ ഗൗരവമായ ചർച്ച നടന്നില്ലെന്നും കേന്ദ്രം അക്കാര്യം ഗൗരവമായി എടുത്തില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ MLA. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നുവെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ CCTVയുടെ അഭാവവും പ്രവർത്തനരഹിതവും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടുകളിൽ ഇടപെടലുമായി സുപ്രീം കോടതി. ഇത് സംബന്ധിച്ച് കോടതി സ്വമേധയാ കേസെടുത്തു. 2020 പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ സ്ഥാപിക്കുന്നത് സുപ്രീം കോടതി നിർബന്ധമാക്കിയിരുന്നു. 2 മലയാളികളടക്കം അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘം പിടിയിൽ. ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ചാണ് മലയാളികളടക്കം 6 പേരെ പിടികൂടിയത്. പാലക്കാട് സ്വദേശി സുജിൻ, കണ്ണൂർ സ്വദേശി സുഹൈൽ എന്നിവരാണ് അറസ്റ്റിലായ മലയാളികൾ. അറസ്റ്റിലായവരിൽ നൈജീരിയൻ സ്വദേശികളും ഉൾപ്പെടുന്നു. കേരളമടക്കം തെക്കേ ഇന്ത്യയിലേക്കുള്ള ലഹരിക്കടത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. 21 കോടി രൂപയുടെ ലഹരിയാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുന്നേറ്റം. GST പരിഷ്കരണത്തിലൂടെ വൻതോതിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് നിക്ഷേപകരെ ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട്. സെൻസെക്സ് 600 പോയിന്റിലേറെ മുന്നേറ്റം നടത്തി. നിഫ്റ്റി 24,910-ലെത്തി. ടെലിവിഷൻ നടൻ ആശിഷ് കപൂറിനെ ബലാത്സംഗ കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 2-ാം വാരം ഡൽഹിയിൽ നടന്ന ഒരു ഹൗസ് പാർട്ടിക്കിടയിൽ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ഒരു സ്ത്രീ ആരോപിച്ചതിനെ തുടർന്നാണ് നടപടി. GST നിരക്ക് പരിഷ്കരണത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരം. GST സ്ലാബുകളും നിരക്കുകളും കുറയ്ക്കാൻ 8 വർഷം വേണ്ടി വന്നുവെന്നത് വളരെ വലിയ കാലയളവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശത്തെയും ചിദംബരം ചോദ്യം ചെയ്തു. ജാർഖണ്ഡിൽ മാവോവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. വെടിവെപ്പിൽ ഗുരുതരമായ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പലാമു ജില്ലയിൽ മാവോവാദികളായ തൃതീയ പ്രസ്തുതി സമിതിയുമായാണ് വ്യാഴാഴ്ച പുലർച്ചെ 12:30 ഏറ്റുമുട്ടലുണ്ടായത്. തായ്ലൻഡ് പ്രധാനമന്ത്രിയെ കോടതി നീക്കി. തെരഞ്ഞെടുപ്പിനു ശേഷം തക്സിൻ ഷിനാവത്രയുടെ പാർട്ടിക്ക് ഇത് 2ാമത്തെ പ്രധാനമന്ത്രിയുടെ സ്ഥാനമാണ് നഷ്ടമാവുന്നത്. നിലവിലെ പ്രസിഡന്റിനെ കോടതി പുറത്താക്കിയപ്പോൾ പുതിയ ഒരാളെ പോലും ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനില്ലാത്ത അവസ്ഥയിലാണ് തായ്ലൻഡിലെ ഫ്യൂയ് തായ് പാർട്ടി. താരിഫുകളും അവരോധങ്ങളുമായി ഇന്ത്യയെയും ചൈനയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയോടും ചൈനയോടും നിങ്ങൾ അങ്ങനെ സംസാരിക്കരുതെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പുടിൻ പറഞ്ഞു. 2 ഏഷ്യൻ ശക്തികളെ ദുർബലപ്പെടുത്തുന്നതിനുള്ള തന്ത്രമായാണ് ട്രംപ് ഭരണകൂടം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പോർച്ചുഗലിലെ ലിസ്ബണിലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഗ്ലോറിയ റെയിൽവേ ട്രാം അപകടത്തിൽപ്പെട്ടു. 15 പേർ കൊല്ലപ്പെട്ടു. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 18 പേർ അപകടത്തിൽ പരിക്കേറ്റു. 5 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന. ട്രാം പാളം തെറ്റിയാണ് അപകടമുണ്ടായത്. റഷ്യക്കെതിരെ നടപടിയെടുത്തില്ല എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് പൊട്ടിത്തെറിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നതിന് ഇന്ത്യക്ക് മേൽ ദ്വിതീയ സമ്മർദ്ദം ഏർപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമപ്രവർത്തകനോട് ട്രംപ് രോഷം പ്രകടിപ്പിച്ചത്. തൃശൂർ ആസ്ഥാനമായ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ കാൻഡിയറിൽ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് US ആസ്ഥാനമായ നിക്ഷേപക സ്ഥാപനം. വാർബർഗ് പിൻഗസ് ആണ് കാൻഡിയറിന്റെ 10% ഓഹരികൾ വാങ്ങാനെത്തുന്നത്. 850 കോടി രൂപയ്ക്കാകും ഇടപാടെന്ന് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2014 മുതൽ 2024 വരെ കല്യാൺ ജ്വല്ലേഴ്സിൽ നിക്ഷേപമുണ്ടായിരുന്ന ഇക്വിറ്റി കമ്പനിയാണ് വാർബർഗ്. കഴിഞ്ഞ 18 മാസത്തിനിടയിൽ 70 കാൻഡിയർ ഷോറൂമുകളാണ് തുറന്നത്. ജൂണിൽ അവസാനിച്ച 1-ാം പാദത്തിൽ 666 കോടി രൂപയാണ് കാൻഡിയറിൽ നിന്നുള്ള വരുമാനം. മുൻ വർഷത്തിൽ നിന്ന് 67% വർധന. അതേസമയം കൂടുതൽ ഷോറൂമുകൾ തുറന്നത് മൂലമുള്ള ചെലവ് കൂടിയത് നഷ്ടം 2 കോടിയിൽ നിന്ന് 10 കോടിയായി വർദ്ധിക്കാൻ ഇടയാക്കി. വാർബർഗ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കല്യാൺ ജ്വല്ലേഴ്സിലെ 2.36% ഓഹരികൾ വിറ്റത്. പ്രൊമോട്ടറായ TS കല്യാൺ രാമനാണ് ഈ ഓഹരികൾ സ്വന്തമാക്കിയത്.
2014 1200 കോടിയും 2017 500 കോടി രൂപയും വാർബർഗ് കല്യാൺ ജുവല്ലേഴ്സിൽ നിക്ഷേപിച്ചിരുന്നു. സ്വകാര്യത ലംഘനത്തിൽ ഗൂഗിളിന് $425 മില്യൺ പിഴയിട്ട് കോടതി. ട്രാക്കിംഗ് ഫീച്ചർ ഓഫാക്കിയിട്ടും ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളുടെ ഡേറ്റ ശേഖരിച്ച് സ്വകാര്യത ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നഷ്ടപരിഹാരത്തിന് ഫെഡറൽ ജൂറി ഉത്തരവിട്ടത്. വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണവുമായി ബന്ധപ്പെട്ട സ്വകാര്യതാ സുരക്ഷ ഉണ്ടായിരുന്നിട്ടും 8 വർഷമായി ഗൂഗിൾ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചു സൂക്ഷിച്ചുവെന്ന് ആരോപിച്ച് ഗൂഗിളിന്റെ ജൂലൈ 2020 ഫയൽ ചെയ്ത ക്ലാസ് ആക്ഷൻ കേസിനെ ആസ്പദമാക്കിയാണ് സാൻ ഫ്രാൻസിസ്കോ കോടതി ബുധനാഴ്ച വിധി പറഞ്ഞത്. $31 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. 3 സ്വകാര്യതാ അവകാശങ്ങളിൽ 2ലും ഗൂഗിളിന് ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതികൾ കണ്ടെത്തിയെങ്കിലും കമ്പനി ദുരുദ്ദേശത്തോടെ പ്രവർത്തിച്ചിട്ടില്ല എന്നും കോടതി പറഞ്ഞു. തന്റെ ആദ്യത്തെ ഫെറാറി സ്വന്തമാക്കി ഫഹദ് ഫാസിൽ. ഫെറാറി പുരോസാംഗ്വെ SUV ആണ് ഫഫയുടെ പുതിയ കൂട്ടാളി. ഇറ്റാലിയൻ സൂപ്പർ കാർ നിർമ്മാതാക്കളുടെ നിരയിലെ ആദ്യത്തേതും നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്ന ഒരേയൊരു SUV ആണ് ഫെറാറി പുരോസാംഗ്വെ. കേരളത്തിലെ ആദ്യത്തെ ഫെറാറി SUV മോഡൽ എന്ന സവിശേഷതയും അദ്ദേഹത്തിന്റെ പുരോസാംഗ്വയുടെ കൂടുതൽ സ്പെഷ്യലാക്കുന്നു. തിളങ്ങുന്ന തൂവെള്ള നിറത്തിലുള്ള ബിയാങ്കോ സെർവീനോയുടെ ക്ലാസിക് ഷെയ്ഡാണ് ഫഹദ് ഫാസിൽ തന്റെ SUVക്കായി തെരഞ്ഞെടുത്തത്. ഫെറാറി ഈ ഫാമിലി SUVയിൽ നൽകിയിരിക്കുന്നത് 6.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഈ യൂണിറ്റ് 715 bhp പവറും 716 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തിയാണ്. ലാംബോർഗിനി ഉരസ്, ആസ്റ്റൺ മാർട്ടിൻ DBXയുടെ മില്ലെന്ന് വെല്ലുവിളിക്കാനാണ് ഫെറാറി പുരോസാംഗ്വെ പുറത്തിറക്കിയത്. ഇതിന് മറ്റു കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളും ഒന്നുമില്ലാതെ 10 കോടി രൂപ എക്സ് ഷോറൂം വിലയുണ്ട്. ഓൺ റോഡ് വില 12 കോടിയും. ഫഹദ് ഫാസിൽ നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തതിനാൽ വില അല്പം കൂടുതലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവോണത്തിന് തൂഷനിലയിൽ വിഭവസമൃദ്ധമായ സദ്യ തന്നെ കഴിക്കണം. വാഴയിലയിൽ കഴിക്കുന്നതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. വാഴയിലയിൽ കഴിക്കുന്ന ചോറിന് ഒരു പ്രത്യേക രുചിയാണ്. അത് യാദൃച്ഛികമല്ല. വാഴയിലയുടെ പുറമെയുള്ള നാച്ചുറൽ വാക്സ് കോട്ടാണ് കാരണം. ചൂട് ചോറ് വാഴയിലയിൽ വിളമ്പുമ്പോൾ ഈ വാക്സ് കോട്ടും ഉരുകും. ഇത് ചോറിന് രുചിയും മണവും കൂട്ടും. കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾ മികച്ച ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് പോഷകമൂല്യം വർദ്ധിപ്പിക്കും. വാഴയിലയ്ക്ക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. നല്ല ചൂട് ചോറ് വാഴയിലയിൽ പകരുമ്പോൾ ആ ചൂട് വാഴയിലയിലെ ആന്റി ബാക്ടീരിയൽ സംയുക്തങ്ങളെ സജീവമാക്കുകയും ഇത് ഭക്ഷണത്തിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, പ്ലാസ്റ്റിക് പോലുള്ളവ പരിസ്ഥിതിക്ക് വലിയ തോതിൽ ദോഷമുണ്ടാക്കുമ്പോൾ വാഴയില തികച്ചും പരിസ്ഥിതിക്ക് അനുയോജ്യമാണെന്നും ഓർക്കണം. ചൂടിനെ പ്രതിരോധിക്കാനും വാഴയിലയാണ് ബെസ്റ്റ്. എത്ര ചൂടുള്ള ഭക്ഷണം വാഴയിലയിൽ വിളമ്പിയാലും അവ സുരക്ഷിതമായിരിക്കും. എന്നാൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് തട്ടിയാൽ അവ ഉരുകാനും കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കാനും കാരണമാകും. ഇത് ഭക്ഷണത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കാം. പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 2.5 വർഷത്തിനു ശേഷം വിവരാവകാശ നിയമ പോരാട്ടത്തിലൂടെയാണ് പുറത്തുവന്നത്. 3 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത് VS സുജിത്തിനെ 27 സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് സ്റ്റേഷനിലെ CCTV ക്യാമറയിൽ നിന്നും ലഭിച്ചത്. SI നോക്മാൻ, സീനിയർ CPO ശശീന്ദ്രൻ, CPOമാരായ സന്ദീപ്, സജീവൻ എന്നിവർ ചേർന്ന് മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കരണത്തേറ്റ അടിയിൽ സുജിത്തിന് കേൾവി തകരാറും സംഭവിച്ചു. 2023 ഏപ്രിൽ 5-നായിരുന്നു സംഭവം. ചിലർ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായ പരാതിയെ തുടർന്ന് കാണിപ്പയ്യൂരിലെത്തിയ പോലീസ് 3 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുജിത്ത് തടഞ്ഞു. ഇതോടെ സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കണ്ണൂർ പരിയാരത്ത് റോഡരികിൽ പരിക്കേറ്റ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. ഇവർ റോഡരികിൽ കിടക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ യുവാവിന്റെ ബൈക്കാണ് അപകടത്തിനിടയാക്കിയതെന്ന സംശയത്തിലാണ് പോലീസ്. എരമം സ്വദേശികളായ എരമം നോർത്ത് തവിടിശ്ശേരി വിജയൻ 50, ഉള്ളൂർ രതീഷ് 45 എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10-ന് മാതമംഗലം പെരുന്തട്ട മേച്ചിറയിലാണ് 2 പേരെ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പെരുന്തട്ടയിൽ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു തിരിച്ചുവരികയായിരുന്നു. ബൈക്കിൽ ഇതുവഴി വരികയായിരുന്ന എരമം സ്വദേശി ശ്രീധളാണ് ഇവരെ പരുക്കേറ്റ നിലയിൽ കണ്ടത്. റോഡിൽ 2 പേർ വീണുകിടക്കുന്നത് കണ്ടുവെന്നും നിയന്ത്രണം വിട്ട് തന്റെ ബൈക്കും മറിഞ്ഞുവെന്നുമാണ് ശ്രീധൾ പറഞ്ഞത്. ശ്രീധളിലും പരിക്കേറ്റു. തുടർന്ന് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിജയനും രതീഷും മരിച്ചു. മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണുണ്ടായതെന്നും അത് സ്വാതന്ത്ര്യ സമരമാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ലോകത്തെ ശാശ്വതമായ സമാധാനമുണ്ടാകാൻ ഗുരുദർശനം മാത്രമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം പെരിങ്ങമല ശാഖ നിർമ്മിച്ച ശ്രീനാരായണീയം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടതിനു ശേഷമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. വർഗീയ വിഷം ചീറ്റാൻ ഗുരുദർശനങ്ങളെ തന്നെ ദുരുപയോഗിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ: തന്നെപ്പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞവരുടെ അനുയായികൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുയായികൾ അനുസരിക്കാറുണ്ടോ? കിട്ടിയത് അവർ മാത്രം എടുക്കുന്നതാണ് രീതി. ദർശനങ്ങളെല്ലാം നല്ലതാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറുന്നു. എല്ലാ ദർശനങ്ങളും ഒന്നാണെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ആലുവയിൽ സർവമത സൗഹാർദ്ദ സമ്മേളനം ഗുരു നടത്തി എല്ലാ മതസാരവും ഒന്നാണെന്ന സന്ദേശം നൽകാനായിരുന്നു അത്. എല്ലാവരും സംസാരിച്ച ശേഷം ഗുരു എല്ലാ മതസാരം ഒന്ന് ഒരു വാക്യം മാത്രമേ എഴുതിക്കൊടുത്തുള്ളൂ. സർവമത സമ്മേളനം നടത്താൻ വ്യക്തമായ കാരണമുണ്ട്. മാപ്പിള ലഹളയാണ് കാരണം. മുസ്ലിം സമുദായം ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും മതപരിവർത്തനം ചെയ്യുകയും ചെയ്ത മഹത്തായ ദുരിതമായിരുന്നു അത്. അത് കേട്ടറിഞ്ഞ ഗുരുദേവൻ എന്താണ് ആ ദുഃഖമെന്നറിയാൻ കുമാരനാശാനെ അവിടേക്ക് അയച്ചു. കുമാരനാശാൻ അവിടെ പോയി എല്ലാം കണ്ട് തിരിച്ചെത്തി സത്യങ്ങളെല്ലാം ഗുരുവിനോട് പറഞ്ഞു. അതിൽ ഗുരുവിനുണ്ടായ ദുഃഖമാണ് സർവതമ സമ്മേളനം വിളിച്ചുകൂട്ടാനുണ്ടായ പ്രേരക ശക്തി. കുമാരനാശാൻ അതുമായി ബന്ധപ്പെട്ട കാവ്യം എഴുതുകയും ചെയ്തു. അതിനെ സ്വാതന്ത്ര്യ സമരമാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ചരിത്രം പോലും മാറ്റിമറിക്കുകയാണ്. ഗുരുദർശനങ്ങൾ നമ്മൾ മാത്രം ഉൾക്കൊള്ളുകയും മറ്റാരും അതിന് തയ്യാറാകാതിരിക്കുന്ന ദുരവസ്ഥയാണിപ്പോഴുള്ളത്. ലോകത്ത് ശാശ്വതമായ സമാധാനമുണ്ടാകാൻ ഗുരുദർശനം മാത്രമാണ് ഒറ്റമൂലിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കാൻ തനിക്ക് 20 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തതായി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് പറഞ്ഞു. ആദ്യം 10 ലക്ഷമായിരുന്നു, പിന്നീട് ഇത് 20 ലക്ഷമായി. അതിൽ കൂടുതൽ ചോദിച്ചാലും അവർ നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നതിൽ ഉറച്ചുനിന്നു. മർദ്ദിച്ച പോലീസുകാരല്ല, വേറെ ഉദ്യോഗസ്ഥരാണ് സമീപിച്ചത്. ഇവർ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായി ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തി. ചുമരിനോട് ചേർത്തിരുത്തി കാൽ നീട്ടിവയ്പ്പിച്ചാണ് കാലിന്റെ അടിയിൽ ലാത്തികൊണ്ട് തല്ലിയത്. തല്ലിയതിനു ശേഷം നിവർന്നുനിന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ 15 തവണയെങ്കിലും ചെയ്യിപ്പിച്ചു. വെള്ളം കുടിക്കാൻ ചോദിച്ചെങ്കിലും തന്നില്ല. ചെവിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. CCTV ഇല്ലാത്ത ഭാഗത്ത് വെച്ച് എനിക്ക് മർദ്ദനമേറ്റിരുന്നു. 5 പോലീസുകാർ ചേർന്ന് കൂട്ടമായി മർദ്ദിച്ചു. അതൊന്നും പോരാതെയാണ് 2.5 വർഷത്തിനുള്ളിൽ മാനസികമായും അല്ലാതെയും ഒരുപാട് ഉപദ്രവിച്ചത്. സഹിക്കാൻ പറ്റാവുന്നതിനും മേലെയായിരുന്നു പീഡനം. ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോകുന്നതുപോലെയായി. വാഹനത്തിനകത്ത് കയറ്റുന്ന തന്നെ ഷർട്ട് വലിച്ചു കീറി. ഇതിനുശേഷമാണ് മർദ്ദിച്ചത്. സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുന്നേയും തല്ലി. ചെവിയിലാണ് ആദ്യത്തെ അടി കിട്ടത്. ആ അടിയിലാണ് കർണപുടം പൊട്ടിയത്. നിലത്തിരുത്തി കാലിനടിയിൽ ലാത്തികൊണ്ട് അടിച്ചു. അവിടെ മാത്രം 45 തവണയാണ് അടിച്ചത്. ശശിധരൻ, ഷുഹൈർ എന്നിവർ മുകളിലേക്ക് കയറി വന്നു മർദ്ദിച്ചു. ഇവരെ CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കില്ല. നേതാവ് കളിക്കേണ്ട, പോലീസിനെ എതിർത്ത് സംസാരിക്കാനായിട്ടില്ല, പാർട്ടി പ്രവർത്തനം, ശാന്തിപ്പണി എല്ലാം അവസാനിപ്പിച്ചു തരും, പണിയെടുത്ത് ജീവിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞായിരുന്നു മർദ്ദിച്ചത്. അങ്ങനെയൊന്നുമില്ല, നീ ആരാണ് ഇടപെടാനെന്ന് ചോദിച്ച് ഷർട്ടിന്റെ കോളറിൽ പിടിച്ചാണ് ജീപ്പിൽ കയറ്റിയത്. SIയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാർ മർദ്ദിച്ചത്. കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പറയുന്നത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ല. പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാകാം ചുമരിനോട് ചേർത്തിരുത്തി കാൽ നീട്ടി വയ്പ്പിച്ചാണ് കാലിനടിയിൽ ലാത്തികൊണ്ട് തല്ലിയത്. തല്ലിയതിനു ശേഷം നിവർന്നുനിന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ 15 തവണയെങ്കിലും ചെയ്യിപ്പിച്ചു. വെള്ളം കുടിക്കാൻ ചോദിച്ചെങ്കിലും തന്നില്ല. മജിസ്ട്രേറ്റിന് മുന്നിലാണ് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയാനായത്. അപ്പോഴേക്കും ശരീരം മോശം അവസ്ഥയിലായിരുന്നു. CCTV ദൃശ്യം പരിശോധിക്കണമെന്നും അത് നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ തരാൻ പോലീസ് വിസമ്മതിച്ചു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ആദ്യം വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടും കാര്യമുണ്ടായില്ല. പിന്നീട് ഞാൻ നൽകിയ അപ്പീൽ അപേക്ഷയിൽ വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും എന്നെയും നേരിട്ട് വിളിച്ചു വരുത്തി 2 പേരുടെയും വാദം കേട്ടു. തുടർന്ന് ആവശ്യപ്പെട്ട CCTV ദൃശ്യങ്ങൾ നൽകാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് വ്യാജ FIR ഉണ്ടാക്കിയത്. അങ്ങനെ എന്നെ ജയിലിലടയ്ക്കാനായിരുന്നു നീക്കം. ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് രക്ഷയായത്. 4 പേർക്കെതിരെ മാത്രമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഒരു ഡ്രൈവർ ഉൾപ്പെടെ 5 പേർ ഇതിൽ പങ്കാളികളാണ്. ഡ്രൈവറെയും പ്രതി ചേർത്ത് മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഒതുക്കിത്തീർക്കാൻ സംസാരങ്ങളുണ്ടായെങ്കിലും അതിന് വഴങ്ങിയില്ല. സസ്പെൻഷൻ മാത്രം പോരാ, പോലീസിൽ തുടരാൻ അവർ അർഹരല്ല. കരുത്തി കൂട്ടിയാണ് അവർ എന്നെ മർദ്ദിച്ചത്. മുൻപ് CI ഒരു പയ്യനെ തല്ലി പരിക്കേൽപ്പിച്ചിട്ട് ആ ലോക്കപ്പ് മർദ്ദനം 10 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പാക്കിയിരുന്നു. ആ രീതിയിൽ പണം നൽകുമെന്ന് പറഞ്ഞായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ. അവസാനം 20 ലക്ഷം രൂപ വരെ നൽകാമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ചോദിച്ചാൽ അതും നൽകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ തയ്യാറായില്ല. നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് അന്നും പറയുന്നത്, ഇന്നും പറയുന്നത്.
മുൻപ് CA ഒരു പയ്യനെ തല്ലി പരിക്കേൽപ്പിച്ചിട്ട് ആ ലോക്കപ്പ് മർദ്ദനം 10 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പാക്കിയിരുന്നു. ആ രീതിയിൽ പണം നൽകുമെന്ന് പറഞ്ഞായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ. അവസാനം 20 ലക്ഷം രൂപ വരെ നൽകാമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ചോദിച്ചാൽ അതും നൽകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ തയ്യാറായില്ല. നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് അന്നും പറയുന്നത്, ഇന്നും പറയുന്നത്. യമൻ സ്വദേശി തലാൽ അബ്ദു മഹ്ദിയുടെ കൊലപാതകത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് ചർച്ചകൾക്കായി ഒരു സംഘം ഇന്ന് ആ രാജ്യത്തെത്തിയിട്ടുണ്ടെന്ന് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നു. ആരു ചർച്ച നടത്തിയാലും നല്ലതാണ്. എന്നാൽ ഇതു സംബന്ധിച്ചുള്ള സമൂഹ മാധ്യമ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ജൂലൈ 16 നടക്കാനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ത്യൻ നയതന്ത്ര ഇടപെടലുകളെ തുടർന്ന് നീട്ടിവച്ചിരുന്നു. പാലക്കാട് സ്വദേശിയാണ് നിമിഷപ്രിയ. 2008 യമനിലേക്ക് പോയ നിമിഷപ്രിയ തലാലുമായി ചേർന്ന് പിന്നീട് സ്വന്തമായ ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. അവരുടെ പാസ്പോർട്ട് കൈവശം വച്ചിരുന്ന ബിസിനസ് പങ്കാളി കൂടിയായ തലാലിനെ 2017 കൊലപ്പെടുത്തി എന്നതാണ് കേസ്. പാസ്പോർട്ട് തിരികെ വാങ്ങാനായി അമിതമായ അളവിൽ ലഹരിമരുന്ന് കുത്തിവെച്ച് മയക്കിക്കിടത്താനായിരുന്നു ശ്രമം. പക്ഷേ തലാൽ മരിച്ചു. തലാലിന്റെ മൃതദേഹം ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ വ്യോമസേന തകർത്ത പ്രധാന എയർബേസായ നൂർഖാൻ വ്യോമതാവളത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ച് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ നയതന്ത്ര പ്രാധാന്യമേറെയുള്ള VVIP വ്യോമതാവളമാണ് രാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് മേഖലയിൽ പുനർനിർമ്മാണം നടക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ സൈനിക ട്രക്കുകളടക്കം വ്യോമതാവളത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ സൈനിക ട്രക്കുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നിവയാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തത്. പാകിസ്ഥാൻ വ്യോമ കരസേനകളുടെ ആശയവിനിമയ സംവിധാനങ്ങളെ സംയോജിപ്പിച്ചിരുന്ന കൺട്രോൾ സെന്റർ ആയിരിക്കാം തകർന്ന കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിലയിരുത്തൽ. ആക്രമണം നടന്ന് 4 മാസത്തിനു ശേഷവും നൂർഖാൻ ബേസിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ തന്നെ ആക്രമണത്തിന്റെ തീവ്രത വലിയതായിരിക്കാമെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ 12ാം നമ്പർ VIP സ്ക്വാഡ്രൺ ബുറാക്സ് ഈ വ്യോമതാവളത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിദേശ സന്ദർശനത്തിന് പോകുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സൈനിക മേധാവികൾ, ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ സുരക്ഷാ ഉത്തരവാദിത്വം ഈ യൂണിറ്റിനാണ്. പുറത്തുവന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ ബൊംബാർഡിയർ ഗ്ലോബൽ 6000 മോഡലിൽ ഉൾപ്പെട്ട ഒരു VVIP ജെറ്റും പുനർനിർമ്മാണം നടക്കുന്ന മേഖലയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. തന്റെ പതിവ് യാത്രാവിമാനം അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയപ്പോൾ സൈനിക മേധാവിയായ അസീം മുനീർ വിദേശയാത്രകൾക്കായി ഉപയോഗിക്കുന്നത് PAF ഗ്ലോബൽ 6000 വിമാനമാണ്. ഒരു ക്രിമിനലിനോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ള ക്രൂരമർദ്ദനമാണ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനേറ്റതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മർദ്ദിച്ചിട്ടും മതിവരാതെയായിരുന്നു പോലീസിന്റെ പെരുമാറ്റം. കള്ളക്കേസിലാണ് സുജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. ഇതിലുൾപ്പെട്ട പോലീസുകാരെ പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നും സതീശൻ പറഞ്ഞു. കേരളത്തെ നടുക്കുന്ന കസ്റ്റഡി പീഡനമാണ് നടന്നത്. ആ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകും. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ അത് കടുത്തതായിരിക്കും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നും സതീശൻ പറഞ്ഞു. നിന്നെ കൈവച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നിരിക്കും, എന്റെ വാക്കാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഉറച്ച വാക്കുകളിൽ വർഗീസ് ചൊവ്വന്നൂർ പറഞ്ഞു. ആ വാക്കുകൾ ഇന്നലെ യാഥാർത്ഥ്യമായി. നാട്ടുകാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ SI അടക്കം 4 പോലീസുകാർ തല്ലിച്ചതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരാൻ പരിശ്രമിച്ചവരിൽ മുന്നിലാണ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വർഗീസ്. മർദ്ദനം തെളിയിക്കുന്ന രേഖകൾക്കായി നിയമപോരാട്ടം നടത്തിയതും വർഗീസാണ്. 2 വർഷം മുൻപ് സുജിത്തിനെ ജാമ്യത്തിൽ പുറത്തിറക്കിയതു മുതൽ ഇന്നലെ സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതുവരെ നീളുന്നതാണ് വർഗീസിന്റെ പോരാട്ടം. എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിൽ ജീവിക്കണം. അപകടത്തിൽപ്പെടുന്നവർക്കായി ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഒരു കാര്യത്തിനിറങ്ങി തിരിച്ചാൽ പിന്നെ വിടാതെ പിന്തുടരുന്നതാണ് വർഗീസിന്റെ ശൈലി. നിയമം പഠിച്ചിട്ടില്ലെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിയമാവബോധമുള്ളയാളായി മാറി. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വർഗീസിന്റെ ഇടപെടലിലായിരുന്നു.
തുടർന്ന് പോലീസ് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം സംഘടിപ്പിച്ചു. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നത് പിടിവള്ളിയാക്കി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകി. പോലീസിന് പോലും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം അപ്പീലുകൾക്ക് മേൽ അപ്പീൽ നൽകി തടയിട്ടു. പാർട്ടിയിലെ ചില നേതാക്കൾ പോലീസുമായി ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ടിട്ടും ആ സമ്മർദ്ദം മറികടക്കാൻ സുജിത്തിന് കഴിഞ്ഞതും വർഗീസ് ചൊവ്വന്നൂരിന്റെ ഇടപെടൽ കാരണമായിരുന്നു. പോരാടാൻ കൂടെയുള്ളവർക്കു വേണ്ടി അവസാനം വരെ പോരാടും. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ, അതാണ് ശൈലി. ഇടയ്ക്ക് പേടിച്ചു പോകരുത്. അന്ന് സുജിത്തിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. മർദ്ദനത്തിന്റെ 25% മാത്രമാണ് CCTVയിലുള്ളത്. ബാക്കി മർദ്ദനം മറ്റു സ്ഥലത്തു വെച്ചായിരുന്നു. പൊതുപ്രവർത്തകന് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയണോ? സുജിത്തല്ല, ആരായാലും ഞാൻ കൂടെ നിൽക്കുമായിരുന്നു, വർഗീസ് ചൊവ്വന്നൂർ പറയുന്നു. ഇനി നമ്മുടെ നികുതിഭാരം കുറയും. മോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനാകുമോ? എന്തുകൊണ്ട് ഈ GST യോഗം ഇന്ത്യക്ക് നിർണായകം? ഒരു കാര്യത്തിനിറങ്ങിത്തിരിച്ചാൽ പിന്നെ വിടാതെ പിന്തുടരുന്നതാണ് വർഗീസിന്റെ ശൈലി. നിയമം പഠിച്ചിട്ടില്ലെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിയമാവബോധമുള്ളയാളായി മാറി. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വർഗീസിന്റെ ഇടപെടലിലായിരുന്നു. തുടർന്ന് പോലീസ് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം സംഘടിപ്പിച്ചു. ഇതിൽ CCTV ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നത് പിടിവള്ളിയാക്കി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകി. പോലീസിന് പോലും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം അപ്പീലുകൾക്ക് മേൽ അപ്പീൽ നൽകി തടയിട്ടു. പാർട്ടിയിലെ ചില നേതാക്കൾ പോലീസുമായി ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ടിട്ടും ആ സമ്മർദ്ദം മറികടക്കാൻ സുജിത്തിന് കഴിഞ്ഞതും വർഗീസ് ചൊവ്വന്നൂരിന്റെ ഇടപെടൽ കാരണമായിരുന്നു.